ഹലോ എവറിബഡി, ഇന്റർവെല്ലിൻ്റെ ടാലൻറ്റ് ബൂസ്റ്റ് എക്സാം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ. ഓക്കെ, സോ എൻ്റെ പുറകിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ ഇന്ന് 6th ഇംഗ്ലീഷാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടന്നാലോ. ലെറ്റ്സ് ഗോ. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലോസസ് ആണ്. ക്ലോസസ് എന്താണെന്ന് എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്. നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കിയാലോ. ഓക്കെ, a clause is a group of words that contains a subject, verb and a predicate which conveys an idea or message. ക്ലോസ് എന്ന് പറയുന്നത് സബ്ജക്റ്റും വെർബും ഒരു പ്രെഡിക്കേറ്റും കൂടിയ നമുക്ക് ഒരു ഐഡിയ തരുന്ന, അതായത് നമുക്കൊരു സന്ദേശം ഒരു ക്ലോസിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ സബ്ജക്റ്റും വെർബും പ്രെഡിക്കേറ്റും അതിൽ അടങ്ങിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഏതൊരു സെൻറ്റൻസിനെയും നമുക്ക് ക്ലോസ് എന്ന് വിളിക്കാം. അപ്പം മിക്കവാറും ഇംഗ്ലീഷിലുള്ള എല്ലാ സെൻറ്റൻസും ക്ലോസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക് നോക്കിയാലോ. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ക്ലോസിൽ അടങ്ങിയിട്ടിരിക്കുന്ന മെയിൻ കോമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നോക്കിയാലോ. ഫസ്റ്റ് നമുക്കിവിടെ സബ്ജക്റ്റ് ആണുള്ളത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. ഒരു വ്യക്തി, ഒരു സ്ഥലം, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സന്ദേശം, അതിനെ വിശേഷിപ്പിക്കുന്ന സെൻറ്റൻസിലുള്ള വേർഡാണ് നമ്മുടെ സബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? ഏതൊരു വ്യക്തിനെയും സ്ഥലത്തിനെയും സാധനത്തിനെയും വിശേഷിപ്പിക്കുന്ന വേർഡാണ്. ആ ഒരു വാചകത്തിലെ വ്യക്തിയെയോ സ്ഥലത്തെയോ വസ്തുവിനെയോ വിശേഷിക്കുന്ന വാക്കാണ് സബ്ജക്റ്റ്. അടുത്തത് നമ്മുടെ വേർബാണ്. വേർബ് എന്ന് പറയുന്നതിൻ്റെ ഡിഫിനിഷൻ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് ദ ആക്ഷൻ ഓർ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഒരു പ്രവൃത്തി, മലയാളത്തിൽ അതിന് ക്രിയ എന്ന് പറയും. ക്രിയയാണ് നമ്മുടെ വേർബ്. അടുത്തത് നമുക്ക് പ്രെഡിക്കേറ്റ് ആണ്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പെട്ടെന്ന് വേർഡ് കേൾക്കുമ്പോൾ പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. വേർബ് തന്നെയാണ്, അതിൻ്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു ഇൻഫോർമേഷനും കൂടെ ഉണ്ടാവും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 2 ടൈപ്സ് ഓഫ് ക്ലോസസ്. ക്ലോസസ് എന്ന് പറയുമ്പോൾ ഒന്നല്ല, നമുക്ക് 2 ടൈപ്സ് ഓഫ് ക്ലോസസ് പഠിക്കാനുണ്ട്. അതിൻ്റെ പേരൊന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് ക്ലോസിൻ്റെ പേരാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. നമ്മുടെ സെക്കൻഡ് ക്ലോസിൻ്റെ പേരാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഈസി അല്ലേ? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, വെരി ഈസി. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്താണെന്നുള്ളതാണ്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസിന് മിക്കവാറും എക്സാം പേപ്പറിൽ IC എന്ന് കാണാറുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ IC ആൻഡ് DC എന്ന് മിക്കപ്പോഴും എക്സാം പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ പാനിക് ആവേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ IC എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയാണ്. ഞാനിവിടെ 3 മെയിൻ പോയിന്റ്സ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ആണ് മേക്ക് സെൻസ് ഓൺ ഇറ്റ്സ് ഓൺ ആസ് എ സെൻറ്റൻസ്. അതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഓക്കെ, മേക്ക് സെൻസ് ഓൺ ഇറ്റ്സ് ഓൺ ആസ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രം കൊണ്ട് നമുക്കൊരു സെൻറ്റൻസിന് അർത്ഥമുണ്ടാവും. നമുക്ക് അതിന് കൂടെ ഒരു ഡിപ്പെൻഡൻറ്റ് സെൻറ്റൻസ് ആവശ്യമില്ല. ഓക്കെ, അടുത്ത നമ്മുടെ പോയിന്റ് ആണ് ഇറ്റ് കൺവേസ് എ കംപ്ലീറ്റ് തോട്ട്. ഇതൊരു മുഴുവനായിട്ടുള്ള ഒരു അർത്ഥം നമ്മൾക്ക് തരുന്നുണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രം. ഓക്കെ, അടുത്ത നമ്മുടെ പോയിന്റ് ആണ് ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ എവറി സെൻറ്റൻസ്. അത് കുറച്ച് ട്രിക്കിയാണ്. നമുക്ക് എല്ലാ സെൻറ്റൻസിലും ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഇല്ലാതെ നമുക്ക് ഒരു എസ്സേയോ ഒരു പാരഗ്രാഫ് പോലും എഴുതാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. I will call you when I reach home. ഞാൻ വീട്ടിലെത്തിയിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ, പക്ഷേ അതിലുള്ള I will call you ആണ് നമ്മുടെ ഈ സെൻറ്റൻസിലുള്ള ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഞാൻ നിന്നെ വിളിക്കാം, അതും നമുക്ക് കംപ്ലീറ്റ്ലി ഒരു അർത്ഥം തരുന്നില്ലേ? ഈ വീട്ടിലെത്തിയിട്ട് എന്നുള്ളത് ഇല്ലെങ്കിലും I will call you എന്നതുകൊണ്ട് മാത്രം നമുക്കൊരു അർത്ഥം കിട്ടിയില്ലേ? അതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. അടുത്ത എക്സാമ്പിൾ ആണ് ഷമീം ate pasta because he was hungry. പക്ഷെങ്കിൽ ഈ ബിക്കോസ് ഹി വാസ് ഹംഗ്രി ഇല്ലാതെ നമുക്ക് ഷമീം ate pasta കൊണ്ട് മാത്രം നമുക്ക് അവിടെ ഒരു അർത്ഥം കിട്ടിയില്ലേ? ഷമീം പാസ്ത കഴിച്ചു. അവന് വിശന്നത് കൊണ്ട് മാത്രമല്ല, നമുക്ക് ഈ ate pasta എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു അർത്ഥം തരുന്നില്ലേ? അടുത്ത നമ്മുടെ ക്ലോസ് ആണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഇതും നമ്മുടെ IC പറഞ്ഞ പോലെ തന്നെ നമുക്ക്
ഡി സി ആയിരിക്കും ക്വസ്റ്റ്യനിൽ മിക്കവാറും ഉണ്ടാവുക. ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ IC ആൻഡ് DC ആണെന്നുണ്ടെങ്കിൽ ഒട്ടും ബേജാറാവാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസും എഴുതാൻ ശ്രദ്ധിക്കാം. ഓക്കെ, സോ നമുക്ക് മെയിനായിട്ട് 2 പോയിന്റ് ആണുള്ളത്. ഞാൻ ഫസ്റ്റ് വായിക്കാം. ഡസൻറ്റ് മേക്ക് സെൻസ് ഓൺ ഇറ്റ്സ് ഓൺ. ആ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടാവില്ല, നമുക്ക് മനസ്സിലാവില്ല എന്താ പറഞ്ഞു വരുന്നുള്ളതെന്നുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് നമുക്ക് നോക്കിയാലോ. ഡസൻറ്റ് കൺവേ കംപ്ലീറ്റ് തോട്ട്. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് പോലെ തന്നെയാണ്, പക്ഷെങ്കിൽ നെഗറ്റീവ്ലി. അതായത് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ മേക്ക് സെൻസ് ഓൺ ഇറ്റ്സ് ഓൺ ആസ് എ സെൻറ്റൻസ് അല്ലേ നമ്മൾ പറഞ്ഞത്, പക്ഷെങ്കിൽ ഡിപെൻഡൻറ്റ് ക്ലോസിൽ അതെങ്ങനെയാണ് വരുന്നത്? ഡസൻറ്റ് മേക്ക്. ഡസൻറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, ഇല്ല, അതുകൊണ്ട് മാത്രം നമുക്കൊരർത്ഥം കിട്ടില്ല. അതിന് നമുക്ക് എക്സാമ്പിൾ നോക്കിയാലോ. നേരത്തെ എഴുതിയ അതേ എക്സാമ്പിളാണ് ഞാൻ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം. ഈ വെൻ ഐ റീച്ച് ഹോം എന്നുള്ളത് മാത്രം കൊണ്ട് വെൻ ഐ റീച്ച് ഹോം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എന്താണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുക? ഒന്നും പ്രത്യേകിച്ച് ഇൻ്റർപ്രിറ്റ് ചെയ്യാനില്ലല്ലേ, നമുക്കൊന്നും മനസ്സിലായില്ല. വെൻ ഐ റീച്ച് ഹോം, വെൻ ഐ റീച്ച് ഹോം എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ വീട്ടിലെത്തിയിട്ട് എന്ത്? ഐ വിൽ കോൾ യു. അപ്പം നമുക്ക് മനസ്സിലായി ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഇല്ലാതെ ഒരു സെൻറ്റൻസിൽ കംപ്ലീറ്റ്ലി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക. അതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത എക്സാമ്പിളും ഞാൻ അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഷമി മേഡ് പാസ്ത ബിക്കോസ് ഹി വാസ് ഹംഗ്രി. അവിടെ നമുക്ക് ബിക്കോസ് ഹി വാസ് ഹംഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവന് വിശന്നത് കൊണ്ട് എന്താ? അവൻ പാസ്ത കഴിച്ചു. ഷമീമിന് വിശന്നത് കൊണ്ട് ഷമീം പാസ്ത കഴിച്ചു. അപ്പോൾ നമുക്ക് ഈ പാസ്ത കഴിച്ചു എന്നുള്ള ഷമി മെയ്ഡ് പാസ്ത എന്ന് പറയുന്ന സെൻറ്റൻസ് ഇല്ലാതെ ബിക്കോസ് ഹി വാസ് ഹംഗ്രി ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ മനസ്സിലായാലേ ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇൻഡിപെൻഡൻറ്റ് ക്ലോസും എന്താണെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാലോ ICയും DCയും തമ്മിൽ. ഓക്കെ, നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണ് ഐ വെൻറ്റ് ടു ദ സ്റ്റോർ. ഇത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണോ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണോ? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ പെട്ടെന്ന് താഴെ. നമുക്ക് നോക്കിയാലോ എന്താണെന്നുള്ളത്. ഐ വെൻറ്റ് ടു ദ സ്റ്റോർ, ഞാൻ കടയിലേക്ക് പോയി. അപ്പോൾ നമുക്ക് അവിടെ ഒരു കറക്റ്റ് അർത്ഥം കിട്ടുന്നില്ലേ? ആ അർത്ഥം കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കിയാലോ. ബിക്കോസ് ഐ വാസ് ടയേർഡ്, ഞാൻ ടയേർഡ് ആയതുകൊണ്ട്. അത് ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ? ബിക്കോസ് ഐ വാസ് ടയേർഡ്, ഞാൻ ക്ഷീണിതനായിരുന്നത് കൊണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിനൊരു കറക്റ്റ് അർത്ഥമുണ്ടോ? ഈ ക്ഷീണിതനായതുകൊണ്ട് എന്ത് ഇല്ലേ? നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അതേതാണ്? നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. അൺലെസ് യു ഹറി, നീ തിരക്കിടാതെ എന്ത്? അവിടെയും നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്, കാരണം നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂന്നാമത്തെ സെൻറ്റൻസ് എന്താണ്? ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഓക്കെ, അടുത്ത നമ്മുടെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഷീ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. സിമ്പിൾ അല്ലേ? ഷീ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെയാണ് നമുക്കൊരു കംപ്ലീറ്റ്ലി അർത്ഥം കിട്ടി. അതുകൊണ്ട് തന്നെ ഷീ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഓക്കെ, അടുത്ത നമ്മുടെ സെൻറ്റൻസ് ആണ് ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ്. അടുത്തതാണ് നമ്മുടെ വെൻ ഐ ഗെറ്റ് ഹോം, ഞാൻ വീട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്ത്? കൺഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ അതേതാണ്? ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. അടുത്ത ലാസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. ഓഫ് കോഴ്സ് അത് നമുക്കൊരു കംപ്ലീറ്റ്ലി ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദ ബേബി ഈസ് സ്ലീപ്പിംഗ് ഏതാണ്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ മൊത്തം എത്ര ശരിയായി എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി റിട്ടൺ ഇംഗ്ലീഷ് നമ്മൾ എഴുതുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പങ്ക്ച്വേഷൻ. പങ്ക്ച്വേഷന് ഞാനിവിടെ ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. കുറച്ച് ലോങ് ആണ് നമ്മുടെ ഡെഫിനിഷൻ, എന്നാലും മാം ഒന്ന് വായിച്ചു തരാം. ഓക്കെ,
Punctuation is the use of different marks that are used in written language to clarify meaning, separate words, to indicate breaks and many more. ഇവിടെ പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ എഴുതുമ്പോഴാണ് നമ്മൾ പങ്ക്ച്വേഷൻ മാർക്സ് ഉപയോഗിക്കേണ്ടത്. അപ്പം അത് എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? ടു ക്ലാരിഫൈ മീനിങ്, സെപ്പറേറ്റ് വേർഡ്സ്, ടു ഇൻഡിക്കേറ്റ് ബ്രേക്സ്. നമ്മൾ ഇടയ്ക്ക് നിർത്തേണ്ടതും ഇടയ്ക്ക് ചില വാക്കുകളെ വേർതിരിക്കാനും ചില അർത്ഥങ്ങളെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും ഒക്കെയാണ് നമ്മുടെ പങ്ക്ച്വേഷൻ മാർക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് പങ്ക്ച്വേഷൻ മാർക്സിൻ്റെ യൂസേജ് ഒക്കെ ഒന്ന് നോക്കിയാലോ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക്ച്വേഷൻ മാർക്സ്. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് റിട്ടേൺ ലാംഗ്വേജിൽ തന്നെ അൾട്ടിമേറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക്ച്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മളെ പങ്ക്ച്വേഷൻ പീരിയഡ്. പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയഡ് എന്ന് പറയുന്നത് നമ്മുടെ കുത്താണോ, കുത്ത്. നമ്മൾ വെറുതെ കുത്ത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? യൂസ് ടു എൻഡ് സെൻറ്റൻസ് ആണ്. ഏത് വാചകവും നമുക്ക് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുത്തിടണം. കുത്തിടാതെ ഒരിക്കലും ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ കുത്തിടാതെ ഒരു പാരഗ്രാഫൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് കംപ്ലീറ്റ്ലി ഒരു സെൻറ്റൻസ് ആയിട്ടായിരിക്കും കണക്കാക്കുക. ഇങ്ങനെ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡായി നമ്മുടെ മാർക്ക് കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കുത്തിടാൻ ഒരിക്കലും മറക്കരുത്. കുത്തെന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ് ടു എൻഡ് എ സെൻറ്റൻസ്. അടുത്ത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക്ച്വേഷൻ ആണ് കോമ. കോമ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കലേ? യൂസ് ടു ലിസ്റ്റ് ഔട്ട് തിങ്സ്. നമ്മൾ സാധനങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, മീ, my mother, my father. Me, my mother, my father. നമ്മൾ അതൊക്കെ നമ്മൾ കുത്തിയിട്ട് എഴുതി. അപ്പം അവിടെയൊക്കെ നമ്മൾ കുത്താണ് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ മീ ആൻഡ് മൈ ബ്രദർ ആൻഡ് മൈ ഫാദർ ആൻഡ് മൈ സിസ്റ്റർ അങ്ങനെ നമ്മൾ ആൻഡ് ഉപയോഗിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് അതിന് പകരം നമ്മുടെ കുത്ത് ഉപയോഗിക്കാം. പക്ഷേ ലാസ്റ്റ് മൈ ഫാദർ ലാസ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ആൻഡ് ഉപയോഗിക്കാം. ഇവിടെ ആൻഡ് മൈ സിസ്റ്റർ. നമ്മൾ ഇത്രയും ആൾക്കാർ ലിസ്റ്റ് ഔട്ട് ചെയ്തതിലും ഈ ഒരു ലാസ്റ്റത്തേന് മാത്രമേ നമ്മൾ ആൻഡ് കൊടുത്തിട്ടുള്ളൂ അല്ലേ? ബാക്കിയൊക്കെ നമ്മൾ കോമയാണ് ഉപയോഗിച്ചത്. അപ്പം നമ്മൾ കോമ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക്ച്വേഷനാണ്. അപ്പോൾ കോമ ആവശ്യമില്ലാത്തടുത്ത് കോമ ഇടാൻ പാടില്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പങ്ക്ച്വേഷൻ നോക്കാം. കോളനാണ്. കോളൻ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ യൂസ് ടു ഇൻട്രൊഡ്യൂസ് എ ടെക്സ്റ്റ്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാനിവിടെ കോളൻ എഴുതിയില്ലേ? കോളൻ എഴുതിയിട്ട് ഞാനിവിടെ 2 കുത്തിട്ട് എന്നിട്ടാണ് ഞാനിവിടെ എന്ത് യൂസ് ടു ഇൻട്രൊഡ്യൂസ് എ ടെക്സ്റ്റ്. അതായത് കോളൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ 2 കുത്തിട്ടത്. അപ്പം നമ്മൾ ഒരു സാധനം നമ്മളൊരു എസ്സേ എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എടുത്ത് ചോദിച്ചു വാട്ട് ഈസ് എ ടേബിൾ. അപ്പോൾ ടേബിൾ 2 വാക്കിൽ ആൻസർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? ടേബിളിന്ന് ഇങ്ങനെ ടേബിൾ നമുക്ക് അവിടെ കുത്തിട്ടാൽ മതി. ടേബിൾ എന്താണ്? നമ്മൾ ഇത് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ എന്ത് നമ്മുടെ 2 കുത്തിട്ട് കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ? ഓക്കെ, നമ്മുടെ അടുത്ത മെയിൻ ആയിട്ടുള്ള പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത് സെമി കോളൻ ആണ്. സെമി കോളനും കോളനും തമ്മിൽ ചിടക്ക് ചെറിയ ഡിഫറൻസ് ഒക്കെ നമുക്ക് ഇത് കോളൻ ആണോ ഇവിടെ ഇടേണ്ടത് അല്ലെങ്കിൽ സെമി കോളൻ ആണോ, അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. പക്ഷേ അങ്ങനെ പ്രശ്നം വരേണ്ട ആവശ്യമില്ല. കാരണം ഞാനിതിന് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡെഫിനിഷൻ ഒന്ന് വായിച്ചാലോ? യൂസ് ടു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സെമി കോളൻ നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അതായത് എസ്പെഷ്യലി 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ശരിയാണ്, അവിടെയാണ് നമ്മൾ സെമി കോളൻ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നമ്മുടെ പങ്ക്ച്വേഷനാണ് കൊട്ടേഷൻ മാർക്ക്. കൊട്ടേഷൻ മാർക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിക്കാറുണ്ട്.
ഓക്കെ, ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാനിത് ഹൈലൈറ്റ് ചെയ്തു, യൂസ് ടു ഇൻഡിക്കേറ്റ് ക്വോട്ട്സ് ഓർ ഡയലോഗ്സ്. നമുക്ക് ഒരു സെന്റൻസ് എഴുതുകയാണ്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വേർഡ് നമുക്ക് അതിൽ ഇൻഡിക്കേറ്റ് അല്ലെങ്കിൽ ആ ഒരു വേർഡിന് നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? കൊട്ടേഷൻ മാർക്ക് ഇടും. എനിക്കിവിടെ യൂസ്ഡ് എന്ന് പറയുന്ന വേർഡാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് കൊട്ടേഷൻ മാർക്ക് ഇട്ട്. സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പങ്ക്ച്വേഷൻ നോക്കാം. ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മുടെ അടുത്ത പങ്ക്ച്വേഷൻ. അത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള പങ്ക്ച്വേഷനാണ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ ആ ചോദ്യം ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ സിമ്പിളായിട്ടൊരു സാധനം കാണിച്ചു തരാം. വാട്ട് ഈസ് യുവർ നെയിം? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ മാത്രമാണ് വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആവുന്നത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടില്ല എന്ന് വെച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ അല്ല, അത് ശരിയല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടന്നാലോ പെട്ടെന്ന്? ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്തത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എസ്പെഷ്യലി ബുക്കുകളൊക്കെ വായിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ആണ്. അപ്പം നമ്മൾ ഏത് ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമുക്ക് പഠിക്കേണ്ടത് എസെൻഷ്യലാണ് അല്ലേ? നമ്മൾ ആദ്യം സ്പീക്ക് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. സ്പീക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്? റീഡ് ചെയ്യാനാണ്. റീഡ് നമ്മുടെ എല്ലാ ലാംഗ്വേജിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അപ്പം നമ്മളെ ഒരാളുടെ, എസ്പെഷ്യലി നിങ്ങളുടെ ഏജിലുള്ള കുട്ടികളുടെ റീഡിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണിത്. ഇത് നമ്മൾ ലൈഫിൽ യൂസ് ചെയ്താൽ ഐ എം 100% ഷുവറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് റീഡ് വിത്ത് എ ഗോൾ. റീഡ് വിത്ത് എ ഗോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു ബുക്ക് എടുത്തു. അപ്പം ബുക്ക് എടുത്തിട്ട് ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കുക, ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ ഇതിൻ്റെ 10 പേജ് ഞാൻ എന്തായാലും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വായിച്ചു തീർക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ മൈൻഡ് നമ്മളെ മനസ്സിലുണ്ടാവും. അങ്ങനെ നമ്മൾ കുത്തിയിരുന്നിട്ട് വായിക്കും. അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് വായിക്കുമ്പോൾ അരമണിക്കൂർ കൊണ്ട് നമ്മളിത് മാക്സിമം 10 പേജ് കംപ്ലീറ്റ് ആക്കാനും നോക്കും. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു പ്ലസ് പോയിന്റ് എന്താണ്? നമുക്ക് സ്പീഡിൽ വായിക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കിയാലോ? യൂസ് യുവർ സെൻസസ്. അതായത് നമ്മളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെന്താണ് ഞാൻ പറയുന്നത്, അതിലെന്താണുള്ളത് എന്നുള്ളത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അതിനെ എന്താണ് ഓതർ ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കുക. അതാണ് നമ്മുടെ യൂസ് യുവർ സെൻസസ്. അടുത്തത് ആസ്ക് ക്വസ്റ്റ്യൻസ്. നമ്മളൊരു കഥ വായിക്കുമ്പോൾ നമുക്ക് ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നമ്മൾ കഥ കേൾക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് കഥ വായിക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ത്വര ഉണ്ടാവണം, എന്നാൽ മാത്രമേ ആ കഥ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പം എന്ത് കഥ വായിക്കുകയാണെന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക. വാട്ട്, ഹൂ, വേർ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ ഈസി ആക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് മേക്ക് കണക്ഷൻസ്. ചിലപ്പോൾ നമ്മൾക്ക് ഒരുപാട് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് എന്തായിരുന്നു ലാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് കുറച്ച് കൺഫ്യൂഷൻ വരാറുണ്ട്. ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത്, ഇപ്പം ഇവിടെ എങ്ങനെ സംഭവിച്ചത്? അത് നമ്മളെ അറ്റൻഷൻ സ്പാന് ലോസ്റ്റ് ആവുന്നത് കൊണ്ട് പറ്റുന്നതാണ്. അങ്ങനെ പറ്റാതിരിക്കാൻ നോക്കുക. എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം മുതലേ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത നമ്മുടെ പോയിന്റാണ് വിഷ്വലൈസ് ആൻഡ് സമ്മറൈസ്. വിഷ്വലൈസ് എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് വായിക്കുന്നത് എന്താണോ അത് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഞാൻ അതൊക്കെ കാണുന്നുണ്ട്,
ഓക്കെ, നമ്മൾ മാജിക് മാല ആണ് വായിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ കാട്ടിലാണുള്ളത്, മാജിക് മാല അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മളിങ്ങനെ കണ്ണിൽ ഇങ്ങനെ കാണുക. അപ്പം നമുക്കത് ഒന്നുകൂടെ എൻജോയബിൾ ആവും നമ്മളെ റീഡിങ് അല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സമ്മറൈസും. സമ്മറൈസ് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? ഒരു കഥ മുഴുവനായിട്ട് ഇതിൽ മൊത്തം എന്താണ് പറയുന്നത് നമ്മൾ വേറൊരാളോട് പറയാം. എടാ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയുകയാണെന്ന് വിചാരിക്കുക. എടാ ഞാൻ ഇന്നൊരു കഥ വായിച്ചു. അപ്പോൾ ഫ്രണ്ട് നിങ്ങളോട് ചോദിക്കാം, എനിക്കൊന്ന് പറഞ്ഞു തരൂ കഥ. അപ്പം നമുക്ക് പെട്ടെന്ന് അത് സമ്മറൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആളെ വിചാരിക്കും അവൻ ശരിക്കും കഥയൊന്നും വായിച്ചിട്ടില്ല എന്ന്. അപ്പം നമ്മൾ സമ്മറൈസ് ചെയ്തും കാണിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും ഇമ്പ്രസ്ഡ് ആവും, ആ ഇവന് കഥയൊക്കെ അറിയാം അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് ചെന്നാലോ? ഓക്കെ, കുറച്ചും കൂടെ ടിപ്സ് മാം ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഓക്കെ, റീഡിങ് ദ ടൈറ്റിൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ ക്ലിയർലി ക്യാൻ ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ ഐഡിയ ഓർ കോൺസെപ്റ്റ്. നമുക്ക് ഏത് ബുക്ക് വായിക്കുമ്പോഴും ബുക്കിന് മുമ്പിലായിട്ടോ അല്ലെങ്കിൽ പുറകുവശത്തുള്ള ചട്ടയിലായിട്ടോ സിനോപ്സിസ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ടാവും. അത് ഈ ബുക്കിൽ എന്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബുക്ക് എങ്ങനെയാണ്, ഇൻട്രസ്റ്റിംഗ് ആണോ, ഈ ബുക്ക് കൊള്ളാത്തതാണോ അല്ലെങ്കിൽ നല്ലതാണോ എന്നുള്ളത് നമുക്ക് സിനോപ്സിസും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനും വായിക്കുമ്പോൾ മനസ്സിലാവും. സിമ്പിൾ അല്ലേ? അപ്പം അത് എപ്പോഴും വായിക്കാൻ ശ്രമിക്കുക. അടുത്ത നമ്മുടെ പോയിന്റാണ് ട്രൈ ടു റിലേറ്റ് വിത്ത് ദി ഓതർ അറ്റ് ദ സെയിം ടൈം തിങ്ക് അബൌട്ട് ഇൻ യുവർ ഓൺ വേ. ഈ പോയിന്റ് നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു വളരെ നല്ല മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ റിലേറ്റ് വിത്ത് ദ ഓതർ. ഓതർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ബുക്ക്, നമ്മൾ വായിക്കുന്ന ബുക്ക് എഴുതിയിട്ടുള്ള രചയിതാവാണ് നമ്മുടെ ഓതർ. അപ്പം ഈ ഓതർ ഈ ഒരു ബുക്ക് ഏതൊരു കാലത്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഈ ബുക്ക് എഴുതിയ സമയത്ത് ഓതർ എന്തൊക്കെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അതേ സമയം ഓതറിൻ്റെ കൂടെ റിലേറ്റ് ചെയ്യുന്നതിന് കൂടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലും ചിന്തിക്കണം. ഓതർ അങ്ങനെയാണ് ചിന്തിച്ചത്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. ഓതർ അങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇറ്റ്സ് ഓക്കെ. രണ്ടും വേറെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇമാജിൻ ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം അടുത്ത നമ്മുടെ പോയിന്റാണ് തിങ്ക് ഓഫ് ഇറ്റ് ആസ് സോൾവിങ് എ മിസ്റ്ററി ആൻഡ് പിക്കിംഗ് അപ്പ് ഓൺ സ്മോൾ ഡീറ്റെയിൽസ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, നമുക്ക് മിസ്റ്ററി സോൾവ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ ഒരുപാട് ഗെയിംസ് കളിക്കാറുണ്ട്, നമുക്ക് ഒരുപാട് മൂവീസ് കാണാൻ ഇഷ്ടമാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ റീഡിങ്ങിനെയും കാണാം. ഓക്കെ, ഞാനൊരു മിസ്റ്ററി, ഈ ബുക്കിൽ എന്താണ് ഉള്ളത്, ഒരു മിസ്റ്ററി ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ്, അങ്ങനെ നമ്മൾ ചിന്തിച്ച് വായിക്കുക. അതിൻ്റെ കൂടെ പിക്കപ്പ് ഓൺ സ്മോൾ ഡീറ്റെയിൽസ്, ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. ഈ നമ്മുടെ കഥാപാത്രം ഈ ഒരു ഡ്രസ്സാണ് ധരിച്ചിരുന്നത്, ആ ഡ്രസ്സ് എന്തുകൊണ്ടായിരിക്കും അയാൾ ധരിച്ചിട്ടുണ്ടാവുക, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഈസി ആൻഡ് എൻജോയബിൾ ആവും നമ്മൾ റീഡിങ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടന്നാലോ? സിമ്പിളാണ് അടുത്ത ടോപ്പിക്ക്. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ലിറ്റററി ടെക്സ്റ്റ്. എന്താണ് ലിറ്റററി ടെക്സ്റ്റ്? നമുക്കൊരു ഡെഫിനിഷൻ നോക്കിയാലോ? സിമ്പിളാണ്. എ ലിറ്റററി ടെക്സ്റ്റ് ഈസ് എ പീസ് ഓഫ് റൈറ്റിംഗ്. എഴുതിയിട്ടുള്ള എന്തും ലിറ്റററി ടെക്സ്റ്റ് ആണ്. നമ്മൾ എഴുതുന്ന പാരഗ്രാഫ്സ് ഇല്ലേ, എസ്സേസ് ഉണ്ട്. നമ്മുടെ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് മാം കൊടുത്തിട്ടുണ്ട് നോവല്, പോയം, സ്റ്റോറി, എസ്സേസ് എക്സെട്ര. എല്ലാം ഓരോ ലിറ്റററി വർക്ക്സ് ആണ്. ലിറ്റററി ടെക്സ്റ്റ് ആണ് നമ്മൾ എഴുതുന്ന നോവലും പോയും സ്റ്റോറിയും എസ്സേസും ഒക്കെ. അപ്പം ഇതിൽ ഓരോന്നും നമ്മൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. അപ്പം നമുക്ക് അതിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉള്ള നമ്മുടെ ലിറ്റററി ടെക്സ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനമാണ് നോവൽ. നോവൽ എല്ലാവരും കേട്ടിട്ടുണ്ട്. നോവൽ എന്താണെന്നില്ലേ? എന്താണ് നോവൽ? നമുക്ക് നോവലിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് വിശേഷണങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉള്ളതാണ് ബുക്ക് ലെങ്തി മോർ ദാൻ 40,000 വേർഡ്സ്. 40,000 വേർഡ്സിൽ കൂടുതൽ ഉണ്ടാവുന്ന എല്ലാ കഥയും നമ്മൾ എന്താ പറയുക?
നോവലായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. അതൊരു വലിയ ബുക്കായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം അടുത്ത നമ്മുടെ പോയിന്റ് എന്താണ്? ഫിക്ഷണൽ ഇമാജിനറി ഇവൻറ്റ്സ്. ഇത് നോവലിലുള്ള ഒരു കാര്യവും എന്തല്ല, റിയൽ അല്ല, ഒക്കെ ഇമാജിനറി ആണ്, ഒക്കെ ഫിക്ഷണൽ ആണ്. അതല്ലേ നമ്മൾ അധികം കഥയിൽ നമ്മളെ മൃഗങ്ങൾക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നത് ഇല്ലേ? അതൊക്കെ ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം റിയൽ ലൈഫിൽ അതൊന്നും നടക്കില്ല. അപ്പം റിയൽ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങൾ എന്താണ്? ഫിക്ഷണൽ ആണ്. അപ്പോൾ ഫിക്ഷണൽ എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി ഇവൻറ്റ്സ്. അപ്പം നമ്മൾ നോവലിലൊക്കെ ഉണ്ടാവും എന്താണ്? ഇമാജിനറി ഇവൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊട്ടാഗനിസ്റ്റ് കുറച്ച് വലിയ വേർഡാണ്. അപ്പം നമുക്ക് ഹീറോ എന്ന് പറയാം. സിമ്പിളാണ്. നമ്മുടെ സിനിമയിലുള്ള ഹീറോ ഇല്ലേ, നമ്മുടെ വിജയ് ഉണ്ട്, മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെയുള്ള നമ്മുടെ ഹീറോസ് ഇല്ലേ, അവർക്കാണ് നമ്മൾ പറയുന്നത് പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ക്യാരക്ടർ. ഓക്കെ, അപ്പം നമ്മുടെ നോവലിൽ എന്താണ് ഉണ്ടാവുക? മെയിൻ ക്യാരക്ടർ, അതായത് ഒരു ഹീറോ ഉണ്ടാവും. ആ ഹീറോനെ ഫോളോ ചെയ്തിട്ട് ആ ഹീറോനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അതാണ് നമ്മുടെ നോവലിലുള്ള മെയിൻ പ്ലോട്ട്. അപ്പോൾ ഹീറോ ആണ് നമ്മുടെ മെയിൻ ആള്. ഓക്കെ, അപ്പം അടുത്തതാണ് നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെറിയ സ്റ്റോറീസ് ഒക്കെ പഠിക്കുമ്പോൾ അതിൽ കുഞ്ഞു പ്ലോട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ നോവൽ വലുതാണ്, 40,000 വേർഡ്സിൽ കൂടുതൽ ഉണ്ടാവും. അപ്പം നമ്മുടെ നോവലിൻ്റെ പ്ലോട്ട് എന്തായാലും വലുതായിരിക്കൂലേ, അല്ലേ? അപ്പം ഈ പ്ലോട്ട് നമുക്ക് വലുതായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടാവും. ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അതായത് ഫസ്റ്റ് നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക, തീരെ ഇഷ്ടപ്പെടുന്നില്ല, തീരെ ഇഷ്ടാവുന്നില്ല, ആള് ശരിയില്ല എന്ന് തോന്നാണ്. പക്ഷെ കുറച്ചുകൂടെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമ്മളെ ക്യാരക്ടർ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ ആളെ ഇഷ്ടമായി വരിക അല്ലേ? ആളെന്താ പറയുക, സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നന്നായി വരികയാണ്. അപ്പം അവിടെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, കഥാപാത്രത്തിന് വികാസം സംഭവിക്കാൻ. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫിലും അതുണ്ടാവില്ലേ? നമുക്ക് ചിലപ്പോൾ നമ്മൾ വളരെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യൂലേ, പിന്നെ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമുക്കത് മനസ്സിലാവും, അത് മോശം കാര്യമാണ്, ഞാനതിന് ചെയ്യാൻ പാടില്ല എന്ന് ഇല്ലേ? അതിനും നമ്മൾ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്നാണ് പറയുക. ഓക്കെ, ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് നോവലിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാരി പോട്ടർ ആണ്. ഹാരി പോട്ടർ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പം ഹാരി പോട്ടറിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ എല്ലാം ഉണ്ട്. ഓക്കെ, ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. നമ്മുടെ 40,000 വേർഡ്സിന് മുകളിലല്ലേ ഹാരി പോട്ടർ? 7 ബുക്കുണ്ട്. അപ്പോൾ ഓബ്വിയസ്ലി നമുക്ക് ഉറപ്പാണല്ലേ 40,000 വേർഡ്സിന് മുകളിൽ ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, അടുത്തത് ഫിക്ഷണൽ ഇമാജിനറി ഇവൻറ്റ്സ് അല്ലേ? ആണ്, ഓബ്വിയസ്ലി. കാരണം മാജിക് അറിയുന്ന ആരെങ്കിലും ശരിക്ക് ജീവിച്ചിരിപ്പുണ്ടോ? മാജീഷ്യൻസ് ഉണ്ട്, പക്ഷെ ശരിക്ക് വടി വീശിയിട്ട് ഇങ്ങനെ വിങ്കോഡിയും ലെവിയോസ എന്ന് പറഞ്ഞിട്ട് ഫ്ലവർ പറത്തിപ്പിക്കാൻ നമുക്കാവില്ലല്ലേ? ഓബ്വിയസ്ലി. അപ്പം നമ്മളത് ഇമാജിനറി ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഓതർ ഹാരി പോട്ടറിൽ എന്തൊക്കെ ഇമാജിനായിട്ട് ചെയ്തിട്ടുണ്ട്? ഹോഗ്വാർട്സ് എന്ന് പറയുന്ന വലിയൊരു സ്കൂൾ ഉണ്ടല്ലേ, ആ സ്കൂള് മൊത്തം ഇമാജിനറി ആണ്. അങ്ങനെ ഒരു സ്കൂളില്ല, പക്ഷേ നമുക്കത് ഉണ്ട് എന്ന് തോന്നും. നമുക്കത് കാണുമ്പോൾ ഹോഗ്വാർട്സിൽ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്തൊരു രസമായിരുന്നേനെ എന്ന് നമ്മൾ വിചാരിക്കൂലേ? ഓക്കെ, അടുത്ത നമ്മുടെ എക്സാമ്പിളാണ് പേഴ്സി ജാക്സൺ നമ്മുടെ ഹാരി പോട്ടർ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹങ്കർ ഗെയിംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പോയമാണ്. നമ്മൾ നോവൽ കഴിഞ്ഞു, അടുത്തത് ഏതാണ്? പോയംസ്. ഓക്കെ, അപ്പോൾ പോയംസ് എന്ന് പറയുന്നത് എന്താണ്? കവിതയാണില്ലേ? നമ്മൾ കുറേ കവിതകൾ പഠിച്ചിട്ടില്ലേ? കവിതകൾ ഇഷ്ടമല്ലേ എല്ലാവർക്കും കവിതകൾ വായിക്കാൻ? നമുക്ക് മലയാളത്തിൽ തന്നെ ഒരുപാട് കവികളുണ്ട് അല്ലേ? കുഞ്ചൻ നമ്പ്യാരുണ്ട്, ONV കുറുപ്പുണ്ട്, അങ്ങനെ കുറേ ആളില്ലേ? അപ്പം നമ്മൾ മെയിനായിട്ട് പോയത്തിൽ എന്താണ് വരുന്നതെന്നൊന്ന് നോക്കിയാലോ? ഓക്കെ, റിതം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കവിത വായിക്കല്ലല്ലോ ചെയ്യുക. കവിത നമ്മൾ എന്താ ചെയ്യുക? ചൊല്ലുകയല്ലേ ചെയ്യുക.
കവിത ചൊല്ലൽ എന്നല്ലേ നമ്മൾ പറയാ. ഓക്കെ. അപ്പൊ ചൊല്ല് എങ്ങനെയാണ്? നമ്മൾ പാട്ട് പോലെ പാടുകയല്ലേ ചെയ്യാം. അപ്പൊ നമുക്ക് അതിനൊരു സംഗതി ഉണ്ടായാലും മാത്രമേ പാടാനൊരു സുഖം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ആ ബീറ്റിനെയാണ് നമ്മൾ റിതം എന്ന് പറയുന്നത്. റിതം ഒരിക്കലും മറക്കരുത്. റിതം. അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് റൈംസ് ആണ്. റൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈമിങ് വേർഡ്സ്. എപ്പോഴും നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ഒരു സംഭവമാണ്. റൈമിങ് വേർഡ്സ് എന്താണ്? അല്ലെങ്കിൽ നമുക്കൊരു കവിത തന്നിട്ട്, ഒരു പോയം അവിടെ തന്നിട്ട് പിക്കപ്പ് ദ റൈമിങ് വേർഡ്സ് ഫ്രം ദ പോയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തും? റൈമിങ് വേർഡ്സ് എന്താണെന്ന് അറിയാണ്ട് നമുക്ക് റൈമിങ് വേർഡ്സ് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് റൈമിങ് വേർഡ്സ് എന്താണെന്ന് നോക്കാം. വേർഡ്സ് ദാറ്റ് സൗണ്ട്സ് ദ സെയിം. മനസ്സിലായോ? വേർഡ്സ് അതായത് ഒരേപോലെ എന്താ പറയുക, പോയത്തിൻ്റെ അവസാനത്തിലാണ് മെയിനായിട്ട് ഇത് ഉണ്ടാവാറ്. ഓക്കെ. പോയത്തിൻ്റെ അവസാനത്തിൽ ഒരേപോലെ, അതായത് 2 ലൈന്. ഈ ലൈനിൽ ക്യാറ്റ് എന്നാണെന്ന് വിചാരിക്കുക, ഈ ലൈനിൽ റാറ്റ് എന്നാണെന്ന് വിചാരിക്കുക. നമ്മുടെ ക്യാറ്റും റാറ്റും ഒരേപോലെ ആണല്ലേ നമ്മൾ പറയുന്നത്. ക്യാറ്റ്, റാറ്റ് രണ്ടും ഒരേപോലെ അല്ലേ. അപ്പം അതെന്താണ്? റൈമിങ് വേർഡ്സ് ആണ് നമ്മുടെ ക്യാറ്റും റാറ്റും. സിമ്പിൾ അല്ലേ റൈമിങ് വേർഡ്സ്? ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ റീഡിങ് കോംപ്രഹെൻസിൽ നമ്മൾ പറഞ്ഞ സാധനം, അതേ സാധനമാണ് ഇമേജറി. ഇമേജറി എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഇമേജ് എന്ന് പറയില്ലേ ഫോട്ടോസിന്, അത് തന്നെയാണ്. നമ്മളൊരു കവിത വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മളൊരു പിക്ചറൈസ് ചെയ്യാം. എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത്? വിഷ്വലൈസേഷൻ. നമ്മൾ അതിനെന്ത് ചെയ്യുക? വിഷ്വൽ ചെയ്യുക. നമ്മൾ കവിത എങ്ങനെയാണ്, ഞാനിപ്പോൾ ഒരു കവിത പറയാം. ലൈഫ് ഈസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയമാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഊഹിക്കുക? ഫസ്റ്റ് ഒരു മാർബിൾ കൊണ്ടുള്ള ഒരു വലിയ സ്റ്റെയർ, അത് നമ്മൾ ഫസ്റ്റ് ഊഹിക്കും അല്ലേ. അത് സിമ്പിൾ അല്ലേ. ഇപ്പം എസ്പെഷ്യലി നമ്മൾ ഊഹിക്കുക ഏതാണ്? നമ്മുടെ ടോം ആൻഡ് ജെറിയിൽ കണ്ടില്ലേ, ടോം ഇങ്ങനെ സ്വർഗത്തിലോട്ട് പോകുന്നൊരു സ്റ്റെയർ. ആ സ്റ്റെയറാണ് നമ്മൾ ഫസ്റ്റ് ഊഹിക്കുക ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് കേൾക്കുമ്പോൾ. അതാണ് നമ്മുടെ ഇമേജറി. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ടുള്ള സാധനമാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജസ്. പോയത്തിൽ മെയിനായിട്ട് കണ്ടുവരുന്നൊരു സാധനമാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജസ്. നമ്മൾ അതിന് ഫിഗർ ഓഫ് സ്പീച്ച് എന്നും പറയാറുണ്ട്. നമ്മളെ ഗ്രാമർ അതിൽ വരുന്നതാണ്, മെറ്റഫർ അതിൽ വരുന്നതാണ്, സിമിലി അതിൽ വരുന്നതാണ്. അതൊക്കെ നിങ്ങൾ കുറച്ച് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും. ഓക്കെ. അപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറീസ്. അപ്പോൾ ഷോർട്ട് സ്റ്റോറീൻ്റെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഷോർട്ട് ലെങ്ത്. നമ്മൾ പേരിൽ തന്നെ ഉണ്ടല്ലേ ഷോർട്ട്. നമ്മുടെ നോവലിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ബിഗ് ആണ്. പക്ഷെ നമ്മുടെ ഷോർട്ട് സ്റ്റോറി എന്താണ്? സ്മോൾ ആണ്. വളരെ കുറഞ്ഞ ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ ഷോർട്ട് സ്റ്റോറിയിൽ. ഓക്കെ. അപ്പം നമ്മൾ 40,000-ൽ കൂടുതൽ വേർഡ്സ് ഉണ്ടാവും നോവലിൽ നിന്നല്ലേ പറഞ്ഞത് അല്ലേ? പക്ഷെങ്കിൽ ഇത് 40,000 വേർഡ്സിൽ താഴെ ഉണ്ടാവുള്ളൂ. കുറവായിരിക്കും. നമുക്ക് ഒറ്റ സിറ്റിങ്ങിൽ വായിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ നോവൽ അങ്ങനെയല്ല. നോവൽ നമുക്ക് ഒരുപാട് വായിക്കണ്ടേ അല്ലേ? ഓക്കെ. അപ്പം അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഓൺ വൺ മെയിൻ പ്ലോട്ട്. നോവൽ എങ്ങനെയാണ് ഉണ്ടാവുക? നമുക്കൊരു പ്ലോട്ട് ഉണ്ടാവും. പക്ഷെ ആ പ്ലോട്ടിൻ്റെ കൂടെ സബ് പ്ലോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ആ പ്ലോട്ടിൻ്റെ കൂടെ ഈ ഒരു സംഭവം അല്ലാണ്ട് വേറെയും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. നമ്മൾ ഹീറോൻ്റെ കഥ ആണ് പറയുന്നതെങ്കിൽ നമ്മൾ ഹീറോൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫും കാണുന്നുണ്ട് അല്ലേ? പക്ഷെങ്കിൽ നമ്മൾ ഇവിടെ ആരാ കാണുക? ഹീറോനെ അല്ലെങ്കിൽ ഹീറോൻ്റെ മാത്രം കഥയാണ് കാണുക അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ ലിമിറ്റഡ് ക്യാരക്ടേഴ്സ്. ഞാനിപ്പോൾ ഹാരി പോട്ടറിൽ പറഞ്ഞില്ലേ, ഹാരി പോട്ടർ നമുക്ക് എന്തോരം ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഹാരി ഉണ്ട്, ഹെർമയോണി ഉണ്ട്, അതുപോലെ റോൺ ഉണ്ട്, നമ്മുടെ വോൾഡെമോർട്ട് ഉണ്ട്. അങ്ങനെ എല്ലാവരും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. വലിയതാണ് നമ്മുടെ നോവൽ. പക്ഷെ നമ്മുടെ ഷോർട്ട് സ്റ്റോറിയിൽ എങ്ങനെയാണ്? വളരെ ലിമിറ്റഡ് ക്യാരക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. കാരണം 40,000 വേർഡ്സിൽ കുറവല്ലേ. അപ്പം നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് പോരെ, മതി. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക് ഏതാണെന്ന് നോക്കിയാലോ? നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രാമ അല്ലെങ്കിൽ പ്ലേ. എന്താണ് ഡ്രാമ അല്ലെങ്കിൽ പ്ലേ എന്ന് പറഞ്ഞാൽ? നാടകമാണില്ലേ. നാടകം എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഇപ്പം അങ്ങനെ നാടകം ഇല്ല. നാടകം വലിയ ഇമ്പോർട്ടൻ്റ് അല്ലേ ഇപ്പോൾ. പണ്ട് ഭയങ്കര സംഭവമായിരുന്നു നാടകം. അപ്പം ഞാനിവിടെ ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ ആരാണെന്ന് അറിയോത്? വില്യം ഷേക്സ്പിയർ ആണിത്. ഓക്കെ. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പോൾ
നമ്മുടെ വില്യം ഷേക്സ്പിയർ 4 മെയിൻ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് നമ്മൾ ട്രാജഡി എന്നാണ് പറയുക. ഈ 4 ട്രാജഡി ഏതാണെന്ന് അറിയുന്നവർ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഡ്രാമേൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റ് നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഡയലോഗ് ഡ്രൈവൺ. നമ്മുടെ നോവലിലായാലും നമ്മുടെ ഷോർട്ട് സ്റ്റോറിയിലായാലും നമ്മൾ എങ്ങനെയാ പാരഗ്രാഫ് പോലെ എങ്ങനെ എഴുതി പോവാണല്ലേ ചെയ്യുക. നമ്മൾ മെയിനായിട്ടും നമ്മൾ എങ്ങനെയാ പറയുക, അവൻ പറഞ്ഞു അവൾ പറഞ്ഞു എന്നാണല്ലേ നമ്മൾ നോവലിലായാലും ഷോർട്ട് സ്റ്റോറിയിലായാലും എഴുതുക. പക്ഷെങ്കിൽ ഡ്രാമയിൽ അങ്ങനെയാണോ? അല്ല. ഡ്രാമയിൽ എന്താണ്? ഡയലോഗാണ് നമുക്ക് മെയിൻ. നമ്മൾക്ക് ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ക്യാരക്ടറിൻ്റെ ഒരു ലിസ്റ്റ് തരും, ക്യാരക്ടർ ലിസ്റ്റ്. അതിൽ നമ്മൾ ഓരോ ക്യാരക്ടറിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡ്രാമ തുടങ്ങുക? ഫസ്റ്റ് നമ്മളിപ്പോൾ ക്യാരക്ടറിൻ്റെ പേര് ലെന എന്നാണെന്ന് കൂട്ടുക. ലെന എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കോളൻ ഇട്ടിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതി പോവുക. അപ്പോൾ ഡയലോഗ്സ് ആണ് മെയിനായിട്ടുള്ളത്. ബ്രാക്കറ്റ്സിൽ ഉണ്ടാവും ഈ പറഞ്ഞ ലെന എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡ്രാമ നമുക്ക് വെറുതെ അങ്ങ് വായിച്ചു പോകാൻ ഒരു സുഖവും ഉണ്ടാവില്ല. ഡ്രാമ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവും. ഒരു ഡ്രാമ ഒരു സ്റ്റേജിൻ്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവില്ല, ഇനി എന്താ സംഭവിക്കുക. ഓക്കെ, അപ്പം നമ്മൾ റീഡിങ്ങിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഡ്രാമേനെ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? പെർഫോമൻസ് വൈസ്ഡാണ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത പോയിന്റ് കോംപ്ലക്സ് പ്ലോട്ട് ആൻഡ് ക്യാരക്ടേഴ്സ്. നാടകം എന്ന് പറയുന്നത് മിക്കവാറും നമ്മുടെ റിയൽ ലൈഫിനെയാണ് പോർട്രേറ്റ് ചെയ്യുക. നോവലിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഫിക്ഷണൽ ആണെന്നല്ലേ. പക്ഷെങ്കിൽ നാടകത്തിൽ നമുക്ക് ഫിക്ഷണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ അവിടെ കുറച്ച് റിയൽ ലൈഫിൽ നിന്ന് ചീന്തി എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നാടകത്തിൽ അധികം അവതരിപ്പിക്കുക. അപ്പം നാടകത്തിലുള്ള ക്യാരക്ടേഴ്സ് ഭയങ്കര നമുക്കിഷ്ടപ്പെടാത്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും എല്ലാവരും ഉണ്ടാവും. ഹീറോനെ ഒന്നും നമുക്ക് ചിലപ്പോൾ നാടകത്തിൽ ഇഷ്ടമായി എന്ന് വരില്ല. ചിലപ്പോൾ ഹീറോനെ അല്ലാതെ നമുക്ക് വില്ലനെ ആയിരിക്കും നാടകത്തിൽ ഇഷ്ടപ്പെടുക. അപ്പം അങ്ങനെ നമ്മുടെ കോംപ്ലക്സ് കുറച്ച് കട്ടിയാണ് നമ്മുടെ നാടകം. ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ്, കുറച്ച് കട്ടിയാണ് പഠിക്കാൻ, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, അപ്പം അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കിയാലോ? ഓക്കെ, ലിസണിങ് സ്കിൽസ്. ലിസണിങ് സ്കിൽസ് എന്ന് ഞാനിവിടെ ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാലോ? ഓക്കെ, ലിസണിങ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് കോണ്ടെക്സ്റ്റ് ത്രൂ ഹിയറിങ്. നമ്മൾ ലിസണിങ്ങിന് മെയിനായിട്ട് വേണ്ടത് എന്താണ്? ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ സാധനമാണ്, ചെവി ഉണ്ടെങ്കിലാണ് നമുക്ക് ലിസൺ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉള്ളടക്കം, ഒരു ആശയം നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ലിസണിങ്. സിമ്പിളല്ലേ? എല്ലാവർക്കും നമ്മൾ കേൾക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ചെവിയിൽ കൂടെ പഠിക്കുന്നതാണ്, ചെവിയിലൂടെ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ലിസണിങ്. ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ പേയിങ് അറ്റൻഷൻ ആൻഡ് ഫോക്കസിങ്. നമ്മൾ ഒരാൾ പറയുന്നത് നമ്മളെപ്പോഴും സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അല്ലേ? പക്ഷെങ്കിൽ നമ്മൾ അതിനൊക്കെ ശ്രദ്ധിക്കൂ? ഇല്ലല്ലോ. എസ്പെഷ്യലി ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര മടിയാണല്ലേ ശ്രദ്ധിക്കാൻ. പക്ഷെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ശരിക്കും നമുക്കത് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ നമ്മൾ അറ്റൻഷനും ഫോക്കസും കൊടുത്താൽ മാത്രമേ ഈ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സിമ്പിളല്ലേ? ഓക്കെ, നമ്മൾ ലിസണിങ് സ്കിൽസ് കുറച്ച് എൻജോയബിൾ ആൻഡ് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, മാം ഇവിടെ കുറച്ച് മെത്തേഡ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോറി ടൈം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? രാത്രി നമ്മൾ ബെഡ് ടൈം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഫാമിലീനെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ വിളിച്ചിട്ട് എന്ത് ചെയ്യുക? വാ നമ്മൾ കഥ പറയാം. അപ്പോൾ എസ്പെഷ്യലി നമ്മളെ ഗ്രാൻഡ് മദേഴ്സൊക്കെ അല്ലേ, നമ്മളെ ഗ്രാൻഡ് മാസിന് ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്ക് കഥ പറഞ്ഞു തരാൻ. അപ്പോൾ ഓരോരുത്തർ പോയിട്ട് മെല്ലെ ഇരുന്ന് ചോദിക്കാം, ഉമ്മ
അല്ലെങ്കിൽ ഇപ്പച്ചി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അപ്പം ഓര് പറയും കഥ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആകാംക്ഷയോട് കൂടി ചെറുങ്ങനെ കാതോർത്തിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അറ്റൻഷൻ സ്പാൻ കിട്ടും. ഞാനൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ വല്യമ്മച്ചി നല്ലോണം കഥ പറഞ്ഞു തരുമായിരുന്നു. അപ്പം ഞാനത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അങ്ങനെ കേട്ടിട്ടാണ് ഞാൻ ഉറങ്ങുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിസണിങ് സ്കില്ല് വളരെ ഇമ്പ്രൂവ് ആവും. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മളെ പോയിൻ്റാണ് ലിസണിങ് ടു ഓഡിയോ ബുക്സ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നില്ല. നിങ്ങൾ യൂട്യൂബിലൊക്കെ എപ്പോഴും കാണുന്നുണ്ടല്ലോ, എന്താണ് നമ്മൾ എപ്പോഴും അറിയുന്നുണ്ട് ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ബുക്കുകൾ ചിലർ എന്താ വായിക്കുന്നതിന് പകരം ചിലർ വായിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കും. അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അത് വെറുതെ ഒന്നെടുത്ത് പ്ലേ ചെയ്ത് നോക്കുക, വെറുതെ നോക്കിയാൽ മതി. സിമ്പിളാണ്. അതിങ്ങനെ കേൾക്കുക, എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് വെറുതെ ഒന്ന് കേട്ട് വെക്കുക. സിമ്പിളല്ലേ? വെരി ഗുഡ്. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. പ്ലേയിങ് ഗെയിംസ് ലൈക്ക് ലിസണിങ് സ്കാവഞ്ചർ ഹണ്ട് ആൻഡ് സൈമൺ സേസ്. ലിസണിങ് സ്കാവഞ്ചർ ഹണ്ട് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. നമ്മൾ ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. അത് കൊണ്ടുപോയി വിട്ടിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാർ, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സോ എന്ത് ചെയ്യുക? പോയിട്ട് ഈ സാധനം കണ്ടുപിടിക്കുക. അപ്പോൾ ഈ കൊണ്ടുവച്ച ആൾ നമുക്ക് ഓരോ ക്ലൂ പറഞ്ഞു തരും. ആ ക്ലൂ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ലിസണിങ് സ്കാവഞ്ചർ ഹണ്ട്. അടുത്തതാണ് സൈമൺ സേസ്. എൻ്റെ ഫേവറേറ്റ് ഗെയിമാണ് സൈമൺ സേസ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ടീച്ചറാണ് എനിക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഗെയിമാണ് അത്. നമ്മൾ മെയിനായിട്ട് സൈമൺ സേസ് എന്ന് പറയുന്നതിൻ്റെ കൂടെ ഐ സേ എന്നും പറയും. അപ്പം ഐ സേ, ഞാൻ നിങ്ങളോട് പറയാണ് ഐ സേ ഡാൻസ്. അപ്പം നിങ്ങൾ ഡാൻസ് കളിച്ചാൽ നിങ്ങൾ ഔട്ടാവും. പക്ഷെങ്കിൽ സൈമൺ സേസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡാൻസ് കളിക്കണം, ഡാൻസ് കളിച്ചിട്ടില്ലെങ്കിൽ ഔട്ടാവും. അപ്പോൾ സിമ്പിൾ ഗെയിമാണ്. അപ്പോൾ നമ്മൾ സൈമൺ സേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യണം, ഐ സേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ അറ്റൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൈമൺ ആണോ പറയുന്നത് അല്ലെങ്കിൽ ഐ ആണോ പറയുന്നത്, നമ്മളത് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ആവും. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക് നോക്കിയാലോ. അടുത്ത ടോപ്പിക്കാണ് സ്പീക്കിംഗ് സ്കിൽ. ഫസ്റ്റ് നമ്മൾ റീഡിങ് സ്കില്ല് പറഞ്ഞ്, പിന്നെ ലിസണിങ് സ്കില്ല് പറഞ്ഞ്, അടുത്തതാണ് നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല്. ഇപ്പം നിങ്ങൾ കുറച്ച് വലിയ കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, സ്പീക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ് അല്ലേ. കാരണം നമ്മൾ ഇപ്പോഴാണ് ക്ലാസ്സിൻ്റെ മുമ്പിലൊക്കെ ഇരുന്നിങ്ങായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വിഷമിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷെ നമ്മൾ സ്പീക്ക് ചെയ്യാൻ നമ്മൾ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു നീഡല്ലേ നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാം കുറച്ച് മെത്തേഡ്സ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ ഷെയറിങ് ഐഡിയാസ് ത്രൂ സ്പോക്കൺ ലാംഗ്വേജ്. ഒന്നുമില്ല, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് സംസാരിക്കുക, മിണ്ടാതിരിക്കരുത്. നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്കൊരു ഒപ്പീനിയൻ, അങ്ങനെ ചെയ്താൽ നന്നാവുമല്ലോ, അങ്ങനെ ചെയ്താൽ നന്നാവൂലേ, അങ്ങനെ നിങ്ങൾക്ക് മൈൻഡിൽ ഇങ്ങനെ തോന്നുക. അപ്പം മിണ്ടാതിരിക്കരുത്, അത് പറയുക, അത് എക്സ്പ്രസ് ചെയ്യുക, അത് സ്പീക്ക് ചെയ്യുക. അത് സ്പീക്ക് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളോട് അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും സ്പീക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്പീക്കിംഗ് അവിടെ കൂടിയില്ലേ. അപ്പോൾ നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കിയാലോ. ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ത്രൂ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് എറ്റ്സെട്ര. നമ്മുടെ ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഓരോ ഒപ്പീനിയൻ തന്നിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മിക്കവാറും ടീച്ചേഴ്സ് അത് സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. പക്ഷേ ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യണം മാമേന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് കൂടുതൽ സംസാരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സ്പീക്കിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈസി അല്ലേ? ഓക്കെ, അതിനുള്ള നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസിന് വേണ്ടിയിട്ടുള്ള മെത്തേഡും മാം കുറച്ചുകൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹാവ് കോൺവെർസേഷൻ വിത്ത് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദ തിങ്സ് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ടോപ്പിക്കാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമാണോ, ഓക്കെ,
ഈ ഗെയിം അറിയുന്ന വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എടാ നീ ഈ ഗെയിം കളിച്ചിരുന്നോ, എടി നീ ഈ ഗെയിം കളിച്ചിരുന്നോ എന്ന് ചോദിക്കുക. എന്നിട്ട് അവരുമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫുഡിനെ പറ്റി സംസാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമായാലും കുഴപ്പമില്ല. ഓക്കെ, ഇഷ്ടമുള്ള ഫുഡാവാം, ഇഷ്ടമുള്ള ഡ്രസ്സാവാം, ഫാഷൻ സെൻസ് ആവാം, എന്താണെങ്കിലും നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ മിക്കവാറും നിങ്ങൾ സ്റ്റോറീസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഗെയിംസിനെ പറ്റിയിട്ടോ യൂട്യൂബിനെ പറ്റിയിട്ടോ, യൂട്യൂബ് ചാനൽസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ ആൾക്കാർക്ക്. M4Tech ഒക്കെ ഇഷ്ടമല്ലേ? അപ്പോൾ M4Tech ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ M4Tech ഇഷ്ടമുള്ള ആൾക്കാരോട് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അവരോട് M4Techനെ പറ്റി സംസാരിക്കുക. അല്ലെങ്കിൽ ഫിഷിംഗ് ഫ്രീക്സ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, ഫിഷിംഗ് ഫ്രീക്സിനെ പറ്റി സംസാരിച്ചോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളാണ് ഹാവ് ഡിബേറ്റ്സ്. നമ്മളിപ്പോൾ അറിഞ്ഞില്ലേ, ഫിഷിംഗ് ഫ്രീക്സിന് ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കും. അതുപോലെ നമുക്ക് ഫിഷിംഗ് ഫ്രീക്സിന് ഇഷ്ടമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്. അപ്പം ആളുമായിട്ട് നിങ്ങൾക്ക് ഡിബേറ്റ് നടത്താം. എന്തുകൊണ്ടാണ് ഫിഷിംഗ് ഫ്രീക്സ് നല്ലത്? സിമ്പിളല്ലേ? അതൊക്കെ നമുക്ക് വളരെ ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ്. അത് നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ അടുത്ത കണ്ടന്റിലേക്ക് നീങ്ങിയാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്കില്ലാണ് റൈറ്റിംഗ് സ്കില്ല്. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ചു റീഡിങ് സ്കില്ല് പഠിച്ചു, ലിസണിങ് സ്കില്ല് പഠിച്ചു, സ്പീക്കിംഗ് സ്കില്ല് പഠിച്ചു. ലാസ്റ്റ് സ്കില്ലാണ് നമ്മുടെ റൈറ്റിംഗ് സ്കില്ല്. ഓക്കെ, അപ്പോൾ അതിനുള്ളത് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ആണ് ക്ലാരിറ്റി. നമ്മൾ എന്താണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് എഴുതുക. എന്താ ഇടയ്ക്ക് തെറ്റിടാനോ ഒന്നും പാടില്ല. ക്ലിയർ ആയിട്ട് അങ്ങ് എഴുതി വെക്കുക. തെറ്റിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈന് മാത്രം വരയ്ക്കുക. അല്ലാണ്ട് ഇങ്ങനെ 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 വരയ്ക്കരുത്. നോ, ദാറ്റ്സ് നോട്ട് ഗുഡ്. ഓക്കെ, അപ്പം നമുക്ക് സെക്കൻഡ് ആണ് ബേസിക് ഗ്രാമർ. നമ്മൾ ഗ്രാമർ പഠിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമുക്ക് ഗ്രാമർ പഠിക്കാതെ ഇംഗ്ലീഷ് എന്നല്ല ഒരു ലാംഗ്വേജും നമുക്ക് ഗ്രാമർ പഠിക്കാതെ പഠിക്കാൻ പറ്റില്ല. അപ്പം ബേസിക് ഇപ്പം നിങ്ങൾ 6th എത്തിയിട്ടുള്ളൂ. അപ്പം അതിനുള്ള ബേസിക് ആയിട്ടുള്ള ഗ്രാമർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തതാണ് ഡെവലപ്പ് എ ഡീസൻറ്റ് ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ റൈറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എക്സാമിന് ഞാനൊക്കെ എക്സാം എഴുതുമ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് അഡീഷണലി കുറേ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എക്സാം പേപ്പറിൽ നല്ല നീറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അവർ കുറച്ച് ഇമ്പ്രസ്ഡ് ആവും. കൊള്ളാം, അങ്ങനെ നമുക്ക് മാർക്ക് കിട്ടും. അപ്പം നമ്മൾ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ എസെൻഷ്യലാണ്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കുക? ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോപ്പി എഴുതാം. കേഴ്സീവിൻ്റെ കോപ്പി കിട്ടും, അതൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്തതാണ് നമ്മുടെ നോ കോമൺ വേർഡ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള നിങ്ങൾ 6th എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത്ര വൊക്കാബുലറിൻ്റെ ക്വസ്റ്റ്യൻസേ നിങ്ങളെടുത്ത് ചോദിക്കുള്ളൂ. പക്ഷേ അവിടെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ, എസ്പെഷ്യലി നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ ഉണ്ടാവില്ലേ, ഒബ്ജക്ട്സിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചും വെക്കുക, അതിൻ്റെ സ്പെല്ലിങ്ങും പഠിച്ചു വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇത് മൊത്തം തറവല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? അഡ്വാൻസ്ഡ് ഗ്രാമർ പഠിച്ചു, അതായത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് പഠിച്ചു, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് പഠിച്ചു, അതിൻ്റെ കൂടെ പങ്ക്ച്വേഷൻ പഠിച്ചു. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലിറ്റററി ടെക്സ്റ്റസ്, ഏതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിറ്റററി ടെക്സ്റ്റസ് ഉണ്ടെന്ന് പഠിച്ചു. അതിൻ്റെ കൂടെ നമ്മുടെ LSRW, ലിസണിങ് സ്കില്ല്, സ്പീക്കിംഗ് സ്കില്ല്, റീഡിങ് സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത സെഷനിൽ കാണുന്നത് വരേക്കും